കാശിനാഥൻ ഭാഗം 23. രചന അവതരണം ദിവ്യരാജ്. ആദ്യം എന്താ പറയേണ്ടത്? മാറ്റങ്ങളാണോ അതോ ഫോളോ അപ്പുകളോ? ചെറുചിരിയോടെ സുദേവൻ ഡോക്ടറെ നോക്കി വൈശു. തൻ്റെ സൗകര്യം പോലെ പറഞ്ഞോളൂ. ടേബിളിന് മുകളിലിരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ആകാംക്ഷയോടെ അവളെ നോക്കി. ഫോളോ അപ്പുകളായിട്ട് ഡോക്ടർ പറഞ്ഞിരുന്നത് പോലെ കണ്ണേട്ടനെ സുഹൃത്തുക്കളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക ചെയ്തത്. അതായത് സമപ്രായക്കാരായ സുഹൃത്തുക്കൾക്കൊപ്പം കൂടുതൽ ഇടപഴകാനും സംസാരിക്കാനും അവർക്കൊപ്പം സമയം ചിലവഴിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. ആദ്യമൊക്കെ വലിയ പേടിയും വിറയലും ഒക്കെയായിരുന്നു കണ്ണേട്ടന്. പക്ഷേ മാറി. ആദ്യ ദിവസം മുതൽ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന, ബലഹീനത എന്തെന്നറിഞ്ഞ് ചവിട്ടി താഴ്ത്താതെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കൂട്ടുകാർ കൂടിയ കണ്ണൻ്റെ ഈ പ്രസരിപ്പിന് പിന്നിൽ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു. പിന്നെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ദൃഢതയ്ക്കും റിപ്പയർമെൻറ്റിനും വേണ്ടി യോഗ ക്ലാസ്സുകളും ജിമ്മും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ട്രെയിനർ പറഞ്ഞ അതേ ഡയറ്റും എക്സസൈസും മുടക്കമില്ലാതെ ഈ നിമിഷം വരെ ഫോളോ ചെയ്തു പോന്നു. ആത്മവിശ്വാസത്തോടെ ജീവിക്കണം എന്ന ചിന്തയൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മുൻപ് 4 പേര് കൂടുന്നിടത്ത് മുഖമുയർത്തിപ്പിടിച്ച് നിൽക്കാനും അല്പസമയം സ്പെൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്ന ആള് ഇപ്പോൾ യാതൊരു മടിയുമില്ലാതെ ആൾക്കാരെ ഫേസ് ചെയ്യണുണ്ട്. പിന്നെ ഇപ്പോൾ ഫർണിച്ചർ ഷോപ്പിലും മില്ലിലും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ സ്വയം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. 100% മാറ്റമായിട്ടില്ല, എന്നാലും ഒരു പകുതിയോളം ഒത്തിരി മാറിയിട്ടുണ്ട്. മനസ്സിൻ്റെ ആ സന്തോഷം അവളുടെ മുഖത്തും തെളിഞ്ഞു കണ്ടു. വെരി ഗുഡ്. ഇപ്പോൾ തുടരുന്നതൊക്കെ അതേപടി മുന്നോട്ട് പൊയ്ക്കോട്ടെ. പുറത്തേക്കിറങ്ങി ആളുകളുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ അവഗണിക്കരുത്. പിന്നെ അവിടെയും നമ്മളെ തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ തളരില്ലെന്ന് ജീവിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. ഇത്തിരി വാശി കൂടി ആയിക്കോട്ടെ, ചെറുചിരിയോടെ പറഞ്ഞയാൾ. ഇനി അറിയേണ്ടത് നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളെ പറ്റിയാണ്. കണ്ണാടിയൊന്ന് നേരേക്ക് വൈശുവിനെയും കാശിനാഥനെയും മാറി മാറി നോക്കിയയാൾ. പെട്ടെന്ന് കാശിയുടെ മുഖമങ്ങ് മങ്ങി. എന്താ വൈശു, 2 പേർക്കിടയിലും ഇതുവരെ നല്ലൊരു ബോണ്ട് ഉണ്ടായില്ലേ? അതല്ല അങ്കിൾ, ആ ഒരു കാര്യത്തിലുള്ള വെറുപ്പും ഭയവും കണ്ണേട്ടന് ഇപ്പോഴുമുണ്ട്. മാറ്റം വരുന്നില്ല, മെല്ലെ പറഞ്ഞത്. കാശിയെപ്പോലെ സെക്ഷൽ അബ്യൂസിന് ഇരയായ ചിലരിലെങ്കിലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കും. അബ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് അവരനുഭവിച്ച വേദനയും അപമാനവും മനസ്സിൽ നിന്നും മായില്ല. അതങ്ങനെ ഇട്ട് നീറ്റാതെ അതിനെ മനഃപൂർവ്വം അവഗണിക്കുക. ആ ചിന്തകൾ മനസ്സിലേക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സിനെ വഴിതിരിച്ചു വിടുക. പോകെ പോകെ അതൊരു ശീലമാകും. പിന്നെ അത്തരം ഓർമ്മകൾ തന്നെ നോവിക്കില്ല. ഒരു കാര്യം ഓർത്താൽ മതി, വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവന്ന് ഇന്നത്തെ നല്ല നിമിഷങ്ങളെ നശിപ്പിക്കാതിരിക്കുക. അതിന് താൻ തന്നെ മനസ്സ് വയ്ക്കണം. പുറമേ നിന്ന് പറഞ്ഞു തരാനേ ഞങ്ങൾക്ക് കഴിയൂ. ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് താനാ. അയാളത് പറയുമ്പോൾ വൈഷ്ണവിയുടെ കരങ്ങൾ കാശിയുടെ കരങ്ങളിൽ അമർന്നു. അവന് ധൈര്യം പകരാനെന്ന പോലെ. ആദ്യം ആളുടെ മനസ്സും ശരീരവും കൂടുതൽ ദൃഢമായിക്കോട്ടെ. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കാം. ഇപ്പോഴേ അതിനുവേണ്ടി ശ്രമിക്കേണ്ട. അതിനെപ്പറ്റിയുള്ള തെറ്റായ ധാരണകളും ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഈ ഭയത്തിന് കാരണം. ആ അനുഭവങ്ങളൊന്നും ശരിയായ കാര്യങ്ങളല്ല. അത് തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെട്ട് തുടങ്ങുമ്പോൾ ഒക്കെ ശരിയാവും. അതിന് വൈഷ്ണവി തന്നെ മുൻകൈയെടുക്കണം. കാശിനാഥനിലെ മിഥ്യാധാരണകളെ മാറ്റിയെടുക്കാൻ വൈശുവിന് കഴിയും. ബെഡ്റൂമിലും നിങ്ങളുടെ സ്വകാര്യതയിലും വീണ് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കണം. വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ അയാൾ വിശദമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കണ്ണേട്ടാ. തിരികെയുള്ള യാത്രയിൽ അവൻ്റെ വയറിലൂടെ കൈചുറ്റി പിടിച്ച് തോളിലേക്ക് ചാഞ്ഞവൾ. ഞാനൊരു കാര്യം പറയട്ടെ, സാധിച്ചു തരുമോ? എന്നെക്കൊണ്ട് കഴിയതാണെങ്കിൽ സാധിച്ചു തരാം. കഴിയും എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷേ കണ്ണേട്ടൻ കൂടി മനസ്സ് വയ്ക്കണം. കാര്യം എന്തെന്ന് പറയൂ വൈശു, അക്ഷമയോടെ തിരക്കിയവൻ. പകുതിക്ക് വെച്ച് മുടങ്ങിയ പഠിപ്പ് നമുക്ക് തുടരണ്ടേ? കണ്ണേട്ടനെ ഒരു ഡോക്ടറായി കാണാൻ എനിക്കും മോഹം തോന്നാ. പെട്ടെന്ന് അവളത് പറയുമ്പോൾ കൈയും മനസ്സും ഇടറിയ പോലെ ബുള്ളറ്റ് ഒന്ന് തെന്നി. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടവൻ ചവിട്ടി നിർത്തി കിടപ്പടങ്ങാതെ നെഞ്ചിൽ കൈവച്ചു. കണ്ണേട്ടാ, എന്താ പറ്റിയേ? പെട്ടെന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് അവന് മുന്നിലേക്ക് വന്ന് നിന്നവൾ. മുഖം കുനിച്ചിരിപ്പുണ്ട്. ഉടലാകെ വീർത്തിട്ടുണ്ടവൻ്റെ. വേണ്ട വൈഷ്ണവി, ഒന്നും ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കണില്ല. അവിടേക്ക് തന്നെ വീണ്ടും എന്നെ വലിച്ചു കയറ്റല്ലേ നീ. അച്ഛന് വേണ്ടിയാ ഞാനെന്ന് ആ കോഴ്സിന് ചേർന്നത് പോലും. അല്ലാതെ എനിക്കിഷ്ടമുണ്ടല്ല. ഒരു ക്ലാസ്സിൽ പോലും മനസ്സിരുത്തി പഠിച്ചിട്ടില്ല. കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. ഓരോ ക്ലാസ് റൂമും കയറാൻ ഭയക്കുന്ന ഇരുട്ടറകളാണ് എനിക്കിന്ന്. അന്ന് അഡ്മിഷൻ വാങ്ങി കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇഷ്ടമില്ലാത്ത പ്രൊഫഷണൽ കോഴ്സ് ആയിട്ട് കൂടി പ്രതീക്ഷകളായിരുന്നു മനസ്സ് നിറയെ. പക്ഷേ ഒക്കെ തല്ലി തകർത്തു കളഞ്ഞില്ലേ. ഇനിയും എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല.
ഞാൻ അതിൽ നിന്നൊക്കെ ഒത്തിരി അകന്നുപോയി. മനസ്സുകൊണ്ട് ഇടർച്ചയോടെ പറയുന്നവൻ്റെ തോളിൽ കൈചേർത്ത് വെച്ചവൾ. ഇത്രയൊക്കെ കഴിഞ്ഞെങ്കിൽ പിന്നെ അതിനും കഴിയില്ലേ? എൻ്റെ കണ്ണേട്ടനെ കൊണ്ട് കഴിയും. ഞാനുണ്ടാവും കൂടെ. കരുതലിനുമപ്പുറം ആത്മവിശ്വാസത്തോടെയുള്ള അവളുടെ സംസാരം കേട്ട് മുഖമെടുത്തു നോക്കി കാശി. പിന്നെ ഇപ്പോ അതൊക്കെ ഓർത്ത് ഈ തല പുണ്ണാക്കണ്ട. ആദ്യം ഈ മനസ്സും ശരീരവും ഒന്ന് ദൃഢപ്പെടട്ടെ. എന്തു വന്നാലും നേരിടാനുള്ള പ്രാപ്തി കൈവരട്ടെ. എന്നിട്ട് പഠിപ്പ് വീണ്ടും തുടരണ കാര്യത്തെപ്പറ്റി ആലോചിക്കാം. അതുമല്ല, പകുതിക്ക് നിർത്തിവെച്ചത് വീണ്ടും തുടങ്ങണം എന്നതിനും കടമ്പകൾ ഏറെയുണ്ടാവും. അതൊക്കെ എന്താണെന്ന് അന്വേഷിച്ച് വേണ്ടത് ചെയ്യാനും സമയം വേണം. ഒക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോഴേക്കും കണ്ണേട്ടനും മാറിയിട്ടുണ്ടാവും. അവൻ്റെ തോളിൽ കൈ ചേർത്തവൾ. പഠിപ്പ് കഴിഞ്ഞ് വീണ്ടും തുടരാനൊക്കെ കഴിയുമോയെന്നറിയില്ല മോളെ. അവൻ്റെ സർട്ടിഫിക്കറ്റുകളും മറ്റും ഇപ്പോഴും കോളേജിലാണ്. അന്ന് ശേഖരൻ അളിയനായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ. അതുകൊണ്ട് അവൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റിലൊന്നും ചുവപ്പ് വരെ വീണില്ല. പിന്നെ പഠിക്കാൻ മിടുക്കനായിരുന്നവൻ. ആദ്യത്തെ വർഷം 1-2 പേപ്പേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. അത് പിന്നെ എഴുതിയെടുക്കുകയും ചെയ്തിരുന്നവൻ. അതുകൊണ്ട് തന്നെ അവനെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൽ ചുവന്ന മഷി വീഴാതെ പോയതും. എങ്കിലും ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നില്ലേ? പോരാത്തതിന് അവൻ ഒത്തിരിനാൾ മാനസിക രോഗത്തിന് ചികിത്സയിലുമായിരുന്നു. എനിക്കെന്തോ എല്ലാം കൂടി നോക്കുമ്പോഴും അവൻ്റെ പഠിപ്പിനി പോസിബിളായിട്ട് തോന്നുന്നില്ല. ചന്ദ്രൻ ദീർഘമായെന്ന് നിശ്വസിച്ചു. അച്ഛനൊന്ന് അന്വേഷിച്ചൂടെ? വലിയ വലിയ രാഷ്ട്രീയക്കാരെയൊക്കെ സ്വാധീനമുണ്ടാവില്ലേ? ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചുകൂടെ? കണ്ണേട്ടനെ വിട്ടുകളയാൻ തോന്നുന്നില്ല എനിക്ക്. വൈഷ്ണവിയുടെ കണ്ണുകൾ നിറഞ്ഞു. നോക്കട്ടെ, എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. അവളുടെ കവിളിൽ തട്ടി പറയുമ്പോൾ കാശിയുടെ ജീവിതം വീണ്ടും പച്ചപിടിക്കാൻ പോകുന്നതിലുള്ള പ്രതീക്ഷയായിരുന്നു അയാളിൽ. ഒക്കെ കേട്ട് വാതിൽക്കൽ നിന്ന സാവിത്രിക്ക് അടങ്ങാത്ത പകയുമായിരുന്നു. അവളുടെ താളത്തിന് തുള്ളാൻ പോകുകയാണോ നിങ്ങൾ? വൈഷ്ണവി പോയി കഴിഞ്ഞതും തുള്ളി അലച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വന്നു സാവിത്രി. ഒന്നും മിണ്ടാതെ നിന്നേയുള്ളയാൾ. ഒരു തവണ അവനായിട്ട് നമ്മൾ രണ്ടാളെയും നാണം കെടുത്തിയതാ. ഇനിയും അതുതന്നെ ആവർത്തിക്കും. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ ചന്ദ്രു? അലറി വിളിച്ചവർ. നീ എന്തിനാ സാവിത്രി അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നിനക്കവനെ വെറുപ്പാണെങ്കിൽ, ദേഷ്യമാണെങ്കിൽ എന്തിനവനെക്കുറിച്ച് അന്വേഷിക്കണം? അവൻ എങ്ങനെയോ ജീവിച്ചോട്ടെ. ദയവ് ചെയ്ത് അവൻ്റെ ജീവിതത്തിൽ ഇടം ചെറുപ്പാവരുത്. ഇത്രയും നാൾ ഒക്കെ ഞാൻ ക്ഷമിച്ചു. ഇനി അതുണ്ടാവുമെന്ന് കരുതരുത്. കുറച്ച് കടുപ്പിച്ച് പറഞ്ഞ ശേഷം അകത്തേക്ക് കയറിപ്പോയയാൾ. മുടങ്ങിയ പഠിപ്പ് വീണ്ടും തുടരണമത്രേ. അവനെ ഒരു ഡോക്ടറായി കാണണമെന്ന് അവൾക്ക്. നടത്തി കൊടുക്കുന്നുണ്ട് ഞാൻ. വീണ്ടും ഭ്രാന്തെടുത്ത് ഒലയും അവൻ. അതിനും വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. വല്ലാത്തൊരു ഭാവത്തിൽ പിറുപിറുത്തവർ. കണ്ണേട്ടാ, മതി കിട്ടോ തമാശ. നീ കിക്കിളിയാവാ. പിൻകഴുത്തിലായി അവൻ്റെ മീശരോമങ്ങൾ പതിഞ്ഞതും കുറുക്കി ചിരിക്കാൻ തുടങ്ങി വൈഷ്ണവി. നീ എന്താ പറഞ്ഞേ? ഞാൻ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാന്നല്ലേ? വെറുതെ മസിലും വെരിപ്പിച്ച് നടക്കാന്ന് അല്ലേ? ഇന്ന് ഒക്കെ ശരിയാക്കണുണ്ട്. നിന്റെ പരാതി തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അരയിലൂടെ അവളെ ചുറ്റിയെടുത്ത് മടിയിലേക്കിരുത്തിയവൻ കഴുത്തിൽ വീണ്ടും വീണ്ടും അവൻ്റെ ചുണ്ടുകൾ ഇഴയാൻ തുടങ്ങി. തമാശ മതിയിട്ടോ കണ്ണേട്ടാ, ഇതൊരു പബ്ലിക് പ്ലേസാ. അരയിൽ ചുറ്റി അവൻ്റെ കൈകൾ വലിച്ചു മാറ്റാൻ നോക്കുമ്പോൾ കൂടുതൽ അടക്കി പിടിച്ചുള്ളവൻ. അതിന് ഞാനെന്ത് വേണം? എൻ്റെ ഭാര്യ, എൻ്റെ തറവാട്, ഞങ്ങളുടെ കുളിപ്പടവ്. ചിരി കടിച്ചു പിടിച്ചവൻ. അല്ലേലും കുറുമ്പിച്ചിരി കൂടണുണ്ട് ഈയിടെയായിട്ട്. അവനിൽ നിന്ന് കുതറിയകലാൻ നോക്കുന്നുണ്ടായിരുന്നു വൈഷ്ണവി. അടങ്ങിയിരിക്കേണ്ട പെണ്ണെ. കുസൃതി മെല്ലെ മാറി പ്രണയ നിമിഷങ്ങൾക്ക് തീവ്രതയേകി വന്നു തുടങ്ങിയിരുന്ന ആ സമയം. മെല്ലെ അവളെ പടവിലേക്ക് ചിരിച്ചു കിടത്തി അവൾക്കരികിലായി കിടന്നു കാശിനാഥനും. പരസ്പരം കണ്ണുകളിൽ നോക്കി കിടക്കവേ അവൻ അവളിലേക്ക് അമർന്നു. ഒട്ടും അവളിൽ ഭാരമേൽപ്പിക്കാതെ. കവളിലും അധരങ്ങളിലും അവൻ്റെ വിരലുകൾ പതിയാൻ തുടങ്ങിയതും പൂത്തിലഞ്ഞു പോയവൾ. മോഹിച്ച നിമിഷങ്ങൾ അവളിലേക്ക് അടുക്കുന്നതിൻ്റെ സന്തോഷം ആ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ടിരുന്നു. മെല്ലെ അവൻ അവളുടെ അധരത്തിലേക്ക് അധരമടുപ്പിച്ചു. സഞ്ജയ്, ഹീസ് സോ ഹോട്ട് എനഫ്. കാതുകളിൽ അലച്ചു കയറിയ ശബ്ദത്തിനൊപ്പം പാറി വന്ന ഓർമ്മകളെ അവഗണിക്കാൻ ഒരു ശ്രമം പോലെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവളുടെ അധരത്തിലേക്ക് ചേക്കേറി. വെറുതെ ഒരു വാശി പോലെ നുണയുമ്പോൾ ആ പ്രണയ നിമിഷത്തെ ആസ്വദിക്കാനാവാതെ മനസ്സ് വിതുമ്പി. പക്ഷേ വിട്ടുകൊടുക്കാൻ മനസ്സില്ല. ഈ ഒരു നിമിഷത്തിൽ തന്നെ തേടി വരാറുള്ള ഓർമ്മകൾ ഇന്നും വന്നു. സഞ്ജയുടെ മുഖം, ആ രൂപം കൺമുന്നിൽ തെളിഞ്ഞ പോലെ തോന്നി. ഒപ്പം ആ നിമിഷങ്ങളും. പക്ഷേ ഓർമ്മകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു. ഇന്നവയ്ക്ക് തന്നെ നോവിക്കാൻ കഴിയുന്നില്ല. ഇന്നവ തൻ്റെ ഉറക്കം കെടുത്തുന്നില്ല. മെല്ലെ മെല്ലെ അവൻ്റെ മനസ്സ് ശാന്തമായി. ചുംബനത്തിൻ്റെ രസം അറിയാൻ തുടങ്ങി. ആസ്വാദനത്തിൻ്റെ അതിര് ഭേദിച്ചു തുടങ്ങിയതും വൈശു അവനെ തള്ളി മാറ്റിയിരുന്നു. അമ്പരപ്പോടെ അവളെയൊന്ന് നോക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് കിതപ്പാറ്റുകയായിരുന്നവൾ. ഹോ, ശ്വാസം മുട്ടി ചത്തുപോയേനെ. ഹാവൂ, ജിമ്മിൽ പോയി സ്റ്റാമിന കൂടിയിട്ടുണ്ടെന്ന് വെച്ച് എൻ്റെ ആരോഗ്യം കൂടെ നോക്കണ്ടേ? പിടിച്ചു നിൽക്കാൻ പറ്റണില്ല.
തളർന്നതുപോലെ പടവിലേക്ക് കിടന്നവൾ. ഈ ക്ഷീണം മാറ്റാൻ ഒരെണ്ണം കൂടി തരട്ടെ വൈശു? കുറുമ്പോടെ അവനെ നോക്കിയവൾ. അയ്യടാ, ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി. അവന്റെ കവളിൽ പിച്ചിയവൾ ചിരിയോടെ. വീണ്ടും അവന്റെ അധരങ്ങൾ അവളിൽ പതിയാൻ തുടങ്ങി. കണ്ണേട്ടാ. പഠിപ്പ് തുടരുന്ന കാര്യം ഞാൻ അച്ഛനോട് സംസാരിച്ചു. മെല്ലെ മുഖമുയർത്തി നോക്കിയവൻ. എന്തു പറഞ്ഞു? ആകാംക്ഷയോടെ തിരക്കിയവൻ. അച്ഛൻ ശ്രമിക്കാന്ന് പറഞ്ഞു. ഇത്രയും വർഷത്തെ ഗ്യാപ്പ് വന്നതല്ലേ, പറ്റുമോടോ? വീണ്ടും പരിഭ്രമത്തോടെയുള്ള ചോദ്യം എത്തിയിരുന്നു. പറ്റും. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് തിരക്കിയിരുന്നു. ഈ 4 വർഷത്തിനിടെ കണ്ണേട്ടൻ ഡ്രോപ്പ് ബാക്ക് ആയിട്ടില്ല. എങ്കിൽ തുടർന്ന് പഠിക്കാമെന്നാ പറഞ്ഞത്. പിന്നെ കണ്ണേട്ടൻ്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിനെ പ്രതിയായിരിക്കും ബാക്കി. അച്ഛൻ പറഞ്ഞത് കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ ഇതുവരെ ചുവന്ന വര വീണിട്ടില്ലെന്നാണ്. പിന്നെ വേണ്ടത് സുദേവൻ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാണ്. കണ്ണേട്ടൻ മെൻ്റലി ഫിറ്റാണെന്നുള്ളതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉറപ്പ്. ഇതൊക്കെ കൊണ്ട് കോടതിയെ സമീപിക്കണം. അവിടെ നിന്ന് പെർമിഷനൊക്കെ വാങ്ങിയാലേ തുടർന്ന് പഠിക്കാനാവൂ, അവൾ നെടുവീർപ്പോടെ പറഞ്ഞു. അതൊക്കെ നടക്കുമോടോ? ഞാൻ ആ 4 വർഷത്തിനിടെ ഡ്രോപ്പ് ബാക്ക് ആയിട്ടില്ല. 2 പ്രൊഫഷണൽ ഇയറും കംപ്ലീറ്റ് ചെയ്തതാ, അത്യാവശ്യം നല്ല മാർക്കോടെ. എങ്കിലും തുടർന്ന് പഠിക്കണമെന്ന കാര്യത്തിൽ ഇനി അതൊക്കെ പോസിബിൾ ആണോ? പറഞ്ഞു നിർത്തിക്കൊണ്ട് വല്ലായ്മയോടെ നോക്കിയവൻ. അറിയില്ല, പരമാവധി ശ്രമിക്കാം, അത്രയുള്ളൂ. അതല്ല, ഞാൻ ഓർക്കുമായിരുന്നേ, ഡ്രഗ് ഉപയോഗിച്ചതിൻ്റെ പേരിലും റാഗ് ചെയ്യുന്നതിനിടെ ആ ചെക്കനെ ഉപദ്രവിച്ചെന്നുള്ള ഫേക്ക് കംപ്ലൈൻറ്റിൻ്റെ പേരിലും കണ്ണേട്ടനെ അവർ സസ്പെൻഡ് ചെയ്തതല്ലേ? എന്നിട്ടും സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ചുവന്ന വര വീണിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. അവൾ താടിക്ക് കൈകൊടുത്തു. അതൊക്കെ അയാളുടെ തന്ത്രമാ വൈശു, മകനെ രക്ഷിക്കാനുള്ള കുതന്ത്രം. പോലീസ് കേസോ മറ്റോ വന്നാൽ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് സഞ്ജയിലായിരിക്കും. പിന്നെ അവൻ്റെ ഭാവി ജീവിതം എല്ലാം അവതാളത്തിലാവില്ലേ? അതുകൊണ്ട് അയാൾ ബുദ്ധിപൂർവ്വം കളിച്ചു. അച്ഛൻ കരുതണത് അയാൾക്ക് അച്ഛനോടുള്ള ബന്ധത്തിന് പുറത്താ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന്. പുച്ഛത്തോട് ചിരിച്ചു കാശി. നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ലേ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ജീവിതം, കുറേ നല്ല വർഷങ്ങൾ. പിന്നെ എന്നെ കൂടപ്പിറപ്പായി കണ്ടവനെപ്പോലും വിതുമ്പിയവൻ. കണ്ണേട്ടാ, വെറുതെ മനസ്സിനെ നോവിക്കല്ലേ. പറഞ്ഞുവല്ലോ, നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ പടിപടിയെ തിരിച്ചു പിടിക്കും. കണ്ണേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ഒരാൾ പോലും രക്ഷപ്പെടില്ല. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും നമ്മളവരെ. ചെയ്യാത്ത കുറ്റത്തിന് നിരപരാധിയായ ഈ എൻ്റെ കണ്ണേട്ടൻ ഒത്തിരി വേദനിച്ചതല്ലേ? അതിനിയും തുടരണ്ട, ഞാനുണ്ടാവും. നഷ്ടപ്പെട്ടതൊക്കെ ഓരോ ഘട്ടങ്ങളായി നമ്മൾ തിരിച്ചു പിടിക്കും. അവൻ്റെ കയ്യിൽ കൈകോർത്ത് പിടിച്ചവൾ. ആത്മവിശ്വാസം വീണ്ടും ഒരു പടി ഉയർന്നവനിൽ. ഇവർക്കൊപ്പമുള്ള ഓരോ നിമിഷവും എത്രമാത്രം വിലപ്പെട്ടതെന്ന് അറിയുന്നുണ്ടിപ്പോൾ. ഓരോ നിമിഷവും ആത്മവിശ്വാസം തന്ന് കൂടെ നിൽക്കാൻ ഈ ഒരുത്തി ഉള്ളപ്പോൾ ആർക്കു മുന്നിലും തോറ്റുകൊടുക്കാൻ തോന്നുന്നില്ല എനിക്ക്. വൈശുവിനെ ചേർത്ത് പിടിക്കവേ ഓർത്തവൻ. വൈശു, എന്തോ ആലോചനയിൽ കിടക്കുന്നവളെ നീട്ടി വിളിച്ചവൻ. എന്താ കണ്ണേട്ടാ? മുഖം മെല്ലെ ചെരിച്ചു നോക്കിയതും. എന്താലോചിക്കുക? തലയ്ക്ക് കൈയും കുത്തി കിടന്നവൻ. കണ്ണേട്ടൻ്റെ കാര്യം തന്നെ ഇപ്പോൾ എനിക്ക് അത്രയുള്ളൂ ആലോചിക്കാൻ, ചെറുചിരിയോടെ പറഞ്ഞതും. ഇന്നത്തേക്ക് മതി ആലോചിച്ചത്. ലൈറ്റ് അണച്ച് കിടക്കാൻ നോക്ക്. കൈനീട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് മലർന്നു കിടന്നവൻ. അവനെ തന്നെ നോക്കി കിടന്നവൾ. കണ്ണേട്ടാ, മെല്ലെ വിളിച്ചു. ഞാനിന്ന് ഈ നെഞ്ചിൽ കിടന്നോട്ടെ? കൊതി തോന്നാ കണ്ണേട്ടൻ്റെ കരുതലിൽ കഴിയണമെന്ന് ആഗ്രഹം. മെല്ലെ പറഞ്ഞതും കൈ അവൾക്ക് നേരെ നീട്ടിയവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ വലിയ സന്തോഷത്തോടെ ആ നെഞ്ചിലേക്ക് കയറി കിടക്കുമ്പോൾ ഭർത്താവിൻ്റെ തണലിൽ കഴിയാൻ കൊതിക്കുന്ന ഒരു സാധാരണക്കാരിയായി മാറിയവൾ. തുടരും. അതെ, ഒരു കാര്യം കൂടി പറയാം. MBBSന് തുടർന്ന് പഠിക്കുന്നത് ഇത്ര വർഷം ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം, അത് മെൻ്റലി പ്രശ്നങ്ങൾ ഉണ്ടായ ഒരാൾക്ക്, അതൊക്കെ ഒത്തിരി നൂലാമാലകളുള്ളതാണ്. അത്ര ഈസി അല്ല. യൂണിവേഴ്സിറ്റിയുടെയും കോടതിയുടെയും പെർമിഷനൊക്കെ വാങ്ങിയാലേ അയാൾക്ക് പിന്നെയും പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, മെൻ്റലി സ്റ്റേബിൾ ആണെന്നുള്ള ഒരു സൈക്യാട്രിസ്റ്റിൽ നിന്നുള്ള ചികിത്സിച്ച ആ ഒരു റെക്കോർഡും അതൊക്കെ വേണം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എഴുതിയ കാര്യങ്ങളാണ്. അപ്പം ചിലപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ വരാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. MBBS പഠനം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ല. അത് നമ്മൾ നിസ്സാരമായിട്ട് പറഞ്ഞു തള്ളിയൊന്നുമല്ല. പിന്നെ ഇത് കഥയായതുകൊണ്ട് അപ്പം ഞാൻ അത്രയും സിമ്പിളായിട്ട് ഞാൻ എഴുതും, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ കഥ ഇഷ്ടമാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ. അതുപോലെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. താങ്ക് യു.